ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2026ലേക്കുള്ള ജേണൽ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജേണലിൻ്റെ ഫ്രണ്ട് പോർഷൻ സെറ്റ് ചെയ്യാണ്. സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് നോക്കി അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയിൽ ഓരോ ഇൻസ്പോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ച് വെച്ചു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യത്തെ ജേണൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വീഡിയോയിൽ ഈ ജേണലിൻ്റെ ഫ്രണ്ട് ആ സൈഡും അതേപോലെ ഫസ്റ്റത്തെ പേജും സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇതിൽ 2026 സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഏതാ ആപ്റ്റായിട്ടുള്ളത് എന്നൊക്കെ നോക്കി കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാണ്. ഈ വർഷം ഈ ജേണൽ ബുക്ക് കംപ്ലീറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ബുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു 6-7 പേജ് ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അതിനി അത് മതി. അതിൽ ലാസ്റ്റ് ഒരു ലെറ്ററൊക്കെ എഴുതി വെക്കണം. വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് നോക്കി, ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി എവിടെയൊക്കെ ഏതൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ കട്ട് ചെയ്യുക, വെച്ച് നോക്കുക, അതുതന്നെയായിരുന്നു കുറേ സമയത്തെ പ്രോസസ്സ്. പക്ഷെ ഇത് ചെയ്യാനിരുന്നാലേ ടൈം പോകുന്നത് അറിയേയില്ല. പഠിക്കാൻ പോലും ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പഠിക്കാൻ ഇരിക്കില്ലേ അപ്പോൾ. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് നമ്മുടെ നോർമൽ ഗമ്മ് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഈ വർഷം ജേണലൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നാലും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജേണൽ ചെയ്യാൻ അതേപോലെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. ഈ ജേണലും വിഷൻ ബോർഡും ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഞാൻ കഴിഞ്ഞ വർഷത്തെ ജേണൽ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തുറന്നു നോക്കി. അപ്പോൾ അങ്ങനെ ഓരോ ഡേറ്റിൽ എന്തൊക്കെയാണ് നടന്നത്, ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ, അപ്പോൾ അത് നമുക്ക് ആ മെമ്മറിയിലേക്ക് എത്താൻ പറ്റും. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് ആയത്. അപ്പോൾ എന്തോ എവിടേക്കോ ഒരു മിസ്സിങ് പോലെ. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചു. എനിക്കിഷ്ടമായി. എന്തായാലും കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ. അങ്ങനല്ല, എനിക്കിഷ്ടമായി. ഞാൻ ആ സ്റ്റാറും കൊണ്ട് കുറേ തപ്പിക്കളിച്ചു എവിടെയാണ് അത് വെക്കേണ്ടത്. ലാസ്റ്റ് ആ കുറച്ച് സ്ഥലമുള്ളെടുത്ത് അവിടെ കൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ജേണലിൻ്റെ ഫ്രണ്ട് പേജ് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്, എനിക്കിഷ്ടമായി. ആ 2026 സ്റ്റിക്കർ നല്ല രസമുണ്ട്. പിന്നെ ആ ഹാർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെയാണ് ഈ ബുക്കിലെ പേജസ് അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ ആ വെള്ള സ്ഥലം അതെനിക്കിഷ്ടമായില്ല. ഞാൻ എടുത്ത് അത് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട്, പക്ഷേ ജെൽ പെനോടൊന്നും എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ചെയ്ത ജേണൽ. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ചെയ്തത്. ഇതിൽ ആ ഫോട്ടോ ഞാൻ നൈസായിട്ട് എടുത്ത് ഈ ജേണലിലേക്ക് ഒട്ടിച്ചിട്ടോ, പുതിയ ജേണലിലേക്ക്. ഇതിലെന്താ വെച്ചാൽ ഞാൻ എല്ലാ മാസവും ലെറ്റർ ടു മൈസെൽഫ് പറഞ്ഞിട്ട് എഴുതി വെക്കായിരുന്നു. ഇത് ഫസ്റ്റത്തെ 3 മാസത്തേക്കുള്ള ലെറ്റർ ആയിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഓരോ മാസം എന്തൊക്കെ ഇവൻറ്റ്സാണ് നടന്നത് ഡേറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എഴുതി വെക്കായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ജാനുവരി 1 എന്തൊക്കെയാണ് നടന്നതും അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസമൊന്നും എഴുതില്ല, പക്ഷേ എൻ്റെ പ്രത്യേകിച്ച് സംഭവിക്കുന്ന ദിവസം ഞാൻ അങ്ങനെ എഴുതി വെക്കായിരുന്നു. അത് എല്ലാ മാസത്തിൻ്റെതും ഉണ്ട്. ഞാൻ തപ്പാണ് അടുത്തത് എവിടെയാണ്. അതിൽ മാർച്ച് വരെയാണുള്ളത്. ഇനി ഏപ്രിലിൻ്റെയാണ് നോക്കിയത്. അങ്ങനെ ഏപ്രിൽ നോക്കി ലാസ്റ്റ് ജൂലൈ കിട്ടി. ജൂലൈ ഞാനിങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെയാണ് എഴുതി വെച്ചത്. ശരിക്കും അത് ലെറ്ററായിട്ട് ഇങ്ങനെ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമായിട്ടോ. അത് പിന്നെ അത് എടുത്ത് വായിക്കുമ്പം നൈസായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഏപ്രിലിൻ്റെത് കണ്ടുപിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഏപ്രിൽ കിട്ടി. ഇതൊക്കെ വെറുതെ ടൈം പോകാൻ വേണ്ടി മാത്രമല്ല, മെമ്മറീസാണ്. അങ്ങനെ ഞാനത് തുറന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു
പിന്നെ ഏപ്രിൽ കഴിഞ്ഞാൽ ജൂണിൻ്റെതും അതിലുണ്ട്. പിന്നെ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സത്യം പറഞ്ഞാൽ ഡിസംബർ ഞാൻ എഴുതിയില്ല. ഡിസംബറിൻ്റെത് ഇനി എഴുതണം. എന്നുവെച്ചാൽ ഡിസംബറിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ ലെറ്ററാക്കി എഴുതി ആ ബുക്കിൽ ഒട്ടിക്കണം. ഇനി സ്പേസ് ഉണ്ട് ബുക്കിൽ. പിന്നെ ജൂലൈ മുതൽ അങ്ങോട്ടേക്കുള്ള ഞാൻ ലെറ്ററൊന്നും ആക്കിയല്ല വെച്ച് ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചതാണ്. പക്ഷേ അങ്ങനെ എഴുതുന്നതിനെക്കാട്ടും രസം ലെറ്ററാക്കി എഴുതുന്ന കേട്ടോ. ഈ വർഷം ഞാൻ കറക്റ്റായിട്ട് എല്ലാ മാസവും ലെറ്ററൊക്കെ ആക്കി എഴുതി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഒരു മെമ്മറി ബോക്സ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇത് ഫ്യൂച്ചർ സെൽഫിലേക്കുള്ള ലെറ്റർ. ഇത് ഈ വർഷത്തെ ബുക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ്. അത് 2026 ലാസ്റ്റ് വായിക്കാനുള്ളതാണ്. പിന്നെ അതിനു വേണ്ടി ഒരു കവറും ഉണ്ടാക്കി ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പേജ് ഡിസൈൻ ചെയ്യാം. ആദ്യം ഞാൻ ആ ലെറ്റർ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിച്ചു ഒരു സൈഡിൽ. ഇത് ഈ എൻഡ് ലാസ്റ്റിലേ തുറന്ന് വായിക്കുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു 2025 എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 2026 എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കുറേ പൊട്ടത്തരമുണ്ട്, പക്ഷെ അതാ ഞാൻ കാണിക്കാതെ ഇരുന്നിട്ടോ. അത് ഞാൻ അവിടെ ഒട്ടിച്ചു. ഇനി ഇപ്പുറത്തെ പേജിൽ ഞാൻ ബോർഡറായിട്ട് വാഷി ടേപ്പ് കൊടുത്തു. വെറുതെ ഫോട്ടോസ് വെച്ച് നോക്കിയപ്പം ഭയങ്കര പ്ലെയിനായിട്ട് തോന്നി. അപ്പോൾ ഈ വാഷി ടേപ്പ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബോർഡറായിട്ട് എല്ലാ സൈഡും കൊടുത്തില്ല, നടുവിൽ കൊടുത്തില്ല. അപ്പുറത്തെ പേജും അതേപോലെ ഇവിടെയും മൊത്തത്തിലാണ് കൊടുത്തത്. പിന്നെ ഞാൻ മറ്റേ ബുക്കിൽ നിന്ന് എടുത്ത പോളറോയിഡും ഇതിൽ ഒട്ടിച്ചു കേട്ടോ. കാരണം വേറെ പോളറോയിഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ വലിയ രസമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇതന്നെ എടുത്തു അതിൽ നിന്ന്. അങ്ങനെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് അവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇങ്ങനെ ഓവറായിട്ടില്ല ഈ പേജ്, സിമ്പിളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് കുറേ സമയമല്ലേ പറയുന്നത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ടാട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒട്ടിച്ച്. ഒരു ക്യാമറ ഉണ്ട്, ഒരു ബോ ഉണ്ട്. പിന്നെ എനിക്ക് മതിയായി. ഞാൻ പോയൊരു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ഈ വർഷത്തെ ലാസ്റ്റ് മാഗി. പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. കട്ടിലിൽ 3 ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ തട്ടി മാറ്റി ഞാൻ പോയി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ എടുത്തതാണ്. ഇതാണ് ആ പേജിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളാണ്, പക്ഷേ എന്തോ രസമുണ്ട്. അങ്ങനെ ഇതാണ് ആ പേജിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ആൻഡ് ഇതാണ് ജേണലിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ആൻഡ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു.